നമ്മൾ ആരുടെങ്കിലൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർ പറയുമോ എംടെക് ഒക്കെ പഠിച്ചിട്ട് ഇത്രയേ ഉള്ളൂ സാലറി. ആ സമയത്ത് എനിക്കൊരു ജോലിയായിരുന്നു പ്രധാനപ്പെട്ട. പഠിപ്പിക്കാൻ കിട്ടിയാൽ കുറച്ച് പണിയാണെന്ന് മനസ്സിലായി. ടെസ്റ്റിങ്ങിൻ്റെത് കിട്ടിയില്ല, പിന്നെ ടീച്ചിങ്ങിൻ്റെത് അത് കിട്ടിയില്ല, പിന്നെ IT-യുടെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഫോസിസ്, QS ഗ്ലോബൽ, UST, TCS അങ്ങനെ അവിടുത്തെ എല്ലാം ഇന്റർവ്യൂ പാസ്സായി. 34 വയസ്സിലാണ് ഇപ്പോൾ IT-യിലോട്ട് കയറാൻ പോകുന്നത്. ഇത്രയും കരിയർ ഗ്യാപ്പ് വന്നവരോട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 9 years ഓഫ് IT ജേർണി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു കരിയർ ജേർണിനെ പറ്റിയിട്ടാട്ടോ പറയുന്നത്. ഞാൻ BTech 2012 പാസ് ഔട്ട് ആട്ടോ. അപ്പം BTech കഴിഞ്ഞിട്ട് MTechന് പോകണം, MTech കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിന് എവിടെയെങ്കിലും കയറണം, അതായിരുന്നു കരിയർ പ്ലാന്. അപ്പോൾ BTech കഴിഞ്ഞു, MTechന് ജോയിൻ ചെയ്തു. അപ്പോൾ MTechന് നമുക്കൊരു ലാസ്റ്റ് സെം ആകുമ്പോഴത്തേക്ക് നമുക്ക് കോളേജസിലൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങും. നമുക്ക് പഠിപ്പിക്കാൻ എവിടെയെങ്കിലുമൊക്കെ കയറാൻ അപ്ലൈ ചെയ്ത് തുടങ്ങാമല്ലോ. ഞാൻ കോളേജസിലൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങി. ഞാൻ അടൂർ ഒരു കോളേജിൽ ഇതുപോലെ വേക്കൻസി കണ്ടിട്ട് അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം MTech കംപ്ലീറ്റ് ആയവർ മാത്രം നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ അടൂരിന് അടുത്ത എവിടെയെങ്കിലും കോളേജസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു പോളി കോളേജിൻ്റെ പേര് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അടൂർ വരെ വന്നതല്ലേ, നമുക്ക് അവിടെ പോയിട്ട് റെസ്യൂമി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ പാസ്സായി. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, നമ്മൾ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അത് നമ്മുടെ വീടിനടുത്ത് തന്നെ കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ വലിയ സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല, 10,000 താഴെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ആ സമയത്ത് എനിക്കൊരു ജോലിയായിരുന്നു പ്രധാനപ്പെട്ട. ഞാൻ ഓർത്തു നമുക്കൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് MTech ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും വെറുതെ നിന്നൊന്നും വരത്തില്ലല്ലോ, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ആരുടെങ്കിലൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർ പറയുമോ MTech ഒക്കെ പഠിച്ചിട്ട് ഇത്രയേ ഉള്ളൂ സാലറി എന്നുള്ളൊരു പറച്ചിലുണ്ടാവുമല്ലോ. നമ്മളത് മൈൻഡ് ആക്കിയില്ല. അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ കയറി. എനിക്ക് സെക്കൻഡ് ഇയർ ഇലക്ട്രോണിക്സും തേർഡ് ഇയർ ഇലക്ട്രോണിക്സിനെയായിരുന്നു പഠിപ്പിക്കാനുണ്ടായിരുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഒരു സെം പഠിപ്പിച്ചു. അപ്പോഴത്തേക്കിനും എൻ്റെ MTech കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനിയിപ്പം അടുത്ത എഞ്ചിനീയറിംഗ് കോളേജസിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറേ കോളേജസിൽ മറ്റേ നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനെ വേക്കൻസീസ് കാണിക്കുമല്ലോ, എവിടെയെങ്കിലുമൊക്കെ വേക്കൻസി ഉണ്ടോയെന്ന്. അങ്ങനെ ഞാൻ അങ്ങനെ കാണുന്നിടത്തൊക്കെയും നമ്മൾ റെസ്യൂമെ അയക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മറ്റേ നമ്മുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ സമയത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടത്തില്ലേ, അപ്പോൾ അതിനകത്ത് കേരളത്തിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെയും ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ കോളേജസൊക്കെ ഞാൻ വെബ്സൈറ്റ് എടുത്തിട്ടും മെയിൽ ID-യിൽ കുറേ റെസ്യൂമെ അയച്ചിട്ടുണ്ട്. റിപ്ലൈ ചെയ്തില്ല. അപ്പം പിന്നെ നമ്മളിങ്ങനെ വിളിച്ചു നോക്കും എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ജോലി നമ്മുടെ ആവശ്യമാണല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ജോലി കിട്ടാന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ വിളിച്ചു നോക്കും. അപ്പോൾ വിളിക്കുമ്പോൾ അവർ പറയും ഇലക്ട്രോണിക്സ് ഇച്ചിരി ഡിമ്മാണ്, ഫ്രണ്ട് ലിസ്റ്റിൽ സിവിലും മെക്കാനിക്കലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് റെസ്യൂമെ അയക്കാൻ പറയണേന്നൊക്കെ പറയും. പഠിപ്പിക്കാൻ കിട്ടിയാൽ കുറച്ച് പണിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ജോലിയില്ല. അപ്പോൾ ജോലി ഇല്ലാത്തവരുടെ അവസ്ഥ അറിയില്ല. നമുക്ക് സമാധാനത്തോടൊന്ന് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, ഒരു ഫംഗ്ഷന് പോകാൻ പറ്റത്തില്ല. എവിടെ ചെന്നാലും MTech ആയിട്ട് ജോലിയില്ലേ, ഇത്രയും പഠിച്ചിട്ട് ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുവാണല്ലോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചു എന്താണ് ഇനിയിപ്പം ഇതിൽ നോക്കാം, നമുക്ക് IT-യിൽ എന്തെങ്കിലും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. IT-യുടെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ IT-നെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല. കുറേ ടേംസ് അറിയാം, പ്രോഗ്രാമിങ്, ടെസ്റ്റിങ്, അങ്ങനത്തെ കുറേ ടേംസ് അറിയാം. അപ്പോൾ അതിൽ ഏത് ലാംഗ്വേജ് എടുക്കണം, ടെസ്റ്റിംഗ് ആണോ നല്ലത്, ഏതിന് പോകുന്നതാണ് നല്ലത്, അങ്ങനത്തെ ഒരു ധാരണയില്ലല്ലോ. നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനെ ഇത്ര മാസത്തെ കോഴ്സ് അങ്ങനെയൊക്കെ ഓരോ ന്യൂസ് വരുന്ന ഒരു ഐഡിയ അല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുറേ നോക്കിയിട്ട് അപ്പോൾ പിന്നെ ബാംഗ്ലൂർ പ്രോഗ്രാമിങ്ങിൻ്റെ കോഴ്സ് പഠിക്കാൻ പോകാമെന്ന് കണ്ടു. അപ്പം ഞാൻ 1 ഇയറിൻ്റെ എന്തോ കോഴ്സ് കണ്ടു. അത് കഴിയുമ്പം ഏതോ നല്ല കമ്പനിയിൽ ജോബ് ആക്കി തരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റ് കണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ബാംഗ്ലൂർ പോകാമെന്ന്. വീട്ടിൽ MTech പഠിച്ചിട്ട് പിന്നെയും പഠിക്കാൻ പോകണം എന്ന് പറയുന്നത് നമുക്കൊരു വിഷമമുള്ള കാര്യമാണെങ്കിൽ ഞാൻ എൻ്റെ പപ്പയടുത്ത് പറഞ്ഞു എനിക്ക് ഇനിയും പഠിക്കാൻ പോകണം, ഒന്നും കൂടെ നോക്കാം, ഇതും കൂടെ നോക്കിയിട്ട് കിട്ടുമോ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും പപ്പ സമ്മതിച്ചു. അങ്ങനെ എൻ്റെ കസിൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ കൂടെ പോകാൻ വേണ്ടി ബാഗെല്ലാം പാക്ക് ചെയ്ത് അപ്പം പിറ്റേന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പം തലേന്ന് എനിക്ക് തൃശ്ശൂർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കോൾ വരുന്നു, ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് കൺഫ്യൂഷനായി. ഇപ്പം ഇൻ്റർവ്യൂവിന് പോയാൽ കിട്ടുമോ എന്നറിയത്തില്ല. പിന്നെ അതിപ്പം അതിന് പോകണോ അതോ ബാംഗ്ലൂർ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനായി. ബാംഗ്ലൂർ എന്തായാലും ഞാൻ ഒറ്റയ്ക്കൊന്നും പോകത്തില്ല, കസിൻ ഉണ്ടായതുകൊണ്ടാണ് അവളുടെ കൂടെ പോകാമെന്ന് തീരുമാനിച്ചത്.
അപ്പോൾ ആകെ കൺഫ്യൂഷനായി. പിന്നെ അവസാനം ഞാൻ എന്തായാലും തീരുമാനിച്ചു, സാരമില്ല, ഇൻ്റർവ്യൂവിന് പോയി നോക്കാം. എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ, നമ്മളൊരു ചാൻസ് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ കസിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നില്ല. അങ്ങനെ നമ്മൾ പിറ്റേന്ന് ഇതുപോലെ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ആകെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത്. ബാക്കിയൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ. എങ്ങനെയാണ് അതിനകത്ത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് അറിയത്തില്ല. ബാക്കി എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ, PhD ഉള്ളവരും PhD പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെയാണ് വന്നത്. പിന്നെ സ്വാഭാവികം നമുക്കവിടെ കിട്ടിയില്ല. അപ്പം ബാംഗ്ലൂർ ഇട്ട് പോകാനും പറ്റിയില്ല, ഇതിട്ട് കിട്ടിയതുമില്ല. പിന്നെ ഞാനിവിടെ നമ്മുടെ നാട്ടിലുള്ള ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഒക്കെ ഉള്ള കുറേ സെൻറ്റേഴ്സൊക്കെ നോക്കി, കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ നോക്കി. അപ്പോൾ നമുക്ക് കുറേ ഉണ്ടല്ലോ, 1 month ജോബ് ആക്കി തരും, 1 month കോച്ചിങ് ഉണ്ട്, പിന്നെ 3 months, 6 months, 1 year, അങ്ങനെ കുറേ അഡ്വർടൈസ്മെന്റ്സ് കണ്ടു. അപ്പോൾ ഏതിൽ പോകണം എന്നൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മാരേജ് പ്രപ്പോസൽ വരുന്നത്. അപ്പം പുള്ളി IT ആയതുകൊണ്ട് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ഒക്കെ ഐഡിയാസ് ഒക്കെ തന്നു, ഇതിന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ജാവ എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിവിടെ എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രോഗ്രാമിംഗ് പഠിക്കാൻ കയറി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ വിളിച്ചു ചോദിച്ചു, കേട്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അവിടെ നിന്ന് പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, റിവ്യൂസ് ഒക്കെ കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെ ഞാൻ നേരെ എറണാകുളത്ത് വന്നു, ജോയിൻ ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആവുമല്ലോ, നമുക്ക് പിന്നെയും നമ്മൾ പഠിക്കാൻ വരുവാണ്, MTech കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി വരുവാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പ്ലേസ്ഡ് ആയേ പറ്റൂ അങ്ങനെയുള്ളൊരു ഫീൽ. അപ്പം അവിടെ പഠിപ്പിച്ചാലും ആദ്യം ഇപ്പം നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെ പഠിക്കേണ്ടത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇലക്ട്രോണിക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇപ്പം ക്ലാസ് ഇന്റർഫേസ് അങ്ങനെയൊക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആകെ ഒരു എന്താ ഒന്നും മനസ്സിലാവാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ തിയറിറ്റിക്കലി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പം ഞാനിപ്പം അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിലും സൈഡിൽ ഇതുപോലത്തെ കുറേ ക്ലാസ്സസ് കേട്ടോണ്ടിരിക്കും, അങ്ങനെയായിരുന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ചുമ്മാ പഠിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ഓരോ ആപ്ലിക്കേഷനൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം നമുക്കവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുമായിരുന്നു. 4 months കോഴ്സ് എത്ര മാസത്തെ ആയിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അപ്പം ആ ഒരു കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അവർ പ്ലേസ്മെന്റിന് വിട്ടു തുടങ്ങി. അപ്പം ആദ്യമായിട്ട് നമ്മൾ അവിടുന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു പ്ലേസ്മെന്റിന് ഒരു കമ്പനിയിൽ വിട്ടു. അവിടെ ഈ MCQs ആയിരുന്നു കേട്ടോ ആദ്യത്തെ ലെവല്. അപ്പം അത് പാസ്സായി. അത് കഴിയുമ്പം നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മെഷീൻ ടെസ്റ്റ് ആണ്. അപ്പം 2 ദിവസം നമുക്ക് തരും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു വർക്ക് തരും. ആ വർക്ക് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയൊരു പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കണം. എനിക്കെന്തോ സൂപ്പർ മാർക്കറ്റിൻ്റെ എന്തോ റിലേറ്റഡ് ആയിരുന്നു. അപ്പം നമ്മൾ കുറേ ഐറ്റംസ് ആഡ് ചെയ്യുക, പിന്നെ അത് ഗെറ്റ് ചെയ്യുക, അത് ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുക, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അങ്ങനെ അത് 2 ദിവസം കൊണ്ട് ചെയ്തു കൊടുത്തു. പിന്നെ 1 month പ്രൊബേഷൻ പീരീഡ് ആയിരുന്നു. അങ്ങനെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു. ജോലിക്ക് കയറി. November 30th ഞാൻ ഫസ്റ്റ് ജോബ് IT ജോബിന് കയറുന്നത്. അപ്പം ഇപ്പോൾ 9 years ആയി IT-യിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ November 30th ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ പ്രൊബേഷൻ പീരീഡ് എല്ലാം കംപ്ലീറ്റ് ആയി. ജോലി തുടങ്ങി. അപ്പോൾ ഫസ്റ്റിൽ നമ്മളിപ്പം പഠിക്കുന്നത് പോലെ അല്ലല്ലോ, ഒരു ജോലിക്ക് കയറുമ്പോഴത്തേക്കിനും അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്കവിടെ. ഇപ്പോൾ ഫസ്റ്റ് കമ്പനിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റൊന്നും നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കുറച്ച് സിസ്റ്റത്തിൽ മാത്രമേ നെറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ നെറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചത് കേട്ടോ. അപ്പം കമ്പനി ലെവലിലെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെയാണല്ലോ. നമ്മൾ അവിടെ നിന്നാണ് കുറേ പഠിച്ചത്. അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 2 years കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുത്ത സ്വിച്ച് ചെയ്യുന്നത്. അടുത്ത കമ്പനിയിൽ കയറി. അതും അടിപൊളി കമ്പനിയായിരുന്നു കേട്ടോ. അവിടുത്തെ ടീം ലീഡും എല്ലാ ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സെക്കൻഡ് കമ്പനിയിൽ വന്നപ്പോഴാണ് ഈ റെസ്റ്റും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അത് ഓക്കെ ആയി വന്നത് നമ്മുടെ ആ ഒരു ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര ടീമൊക്കെ നല്ല സൂപ്പർ ആയതുകൊണ്ടാണ്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ടീം ലീഡും ഭയങ്കര സൂപ്പറായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് 3.5 years അവിടെ ആ കമ്പനിയിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നെക്സ്റ്റ് സ്വിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അപ്പോഴാണ് നമ്മൾ MNC ലെവലിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ എനിക്ക് ഇൻഫോസിസ്, QS ഗ്ലോബൽ, UST, TCS അങ്ങനെ അവിടുത്തെ എല്ലാം
ഇൻ്റർവ്യൂ പാസ്സായി. അതിനകത്തുനിന്ന് ഒരിടത്ത് ഞാൻ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. അവിടെ ഇപ്പം 3 ഇയേഴ്സ് കഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പം നവംബർ 13 9 ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു IT ഇൻഡസ്ട്രിയിൽ. ഇതായിരുന്നു എൻ്റെ ഒരു കരിയർ ജേർണി. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2014 MTech പാസ് ഔട്ട് ആയിട്ട് ഞാൻ ടീച്ചിങ്ങിന് വേണ്ടി കുറേ നടന്നു. പിന്നെ 2015 പകുതിയായിട്ടാണ് ഞാൻ IT-ലോട്ട് കയറുന്നത്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് 1 ഇയറോളം ഞാൻ ടീച്ചിങ് ആ ഒരു രീതിയിൽ പോയി. എൻ്റെ ഒരു 1 ഇയർ പോയി. ആ സമയത്ത് ഞാൻ ഓർക്കും, ഇപ്പം ഞാൻ അതിനിടയ്ക്ക് ഈ 2014 MTech കഴിഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ഈ IT എൻ്റെ ഒരു ഫ്രണ്ട് ടെസ്റ്റിങ്ങിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്താ ടെസ്റ്റിംഗ് എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വേക്കൻസിക്ക് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയിൽ പോയി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല, ടെസ്റ്റിങ്ങിൻ്റെത് കിട്ടിയില്ല, പിന്നെ ടീച്ചിങ്ങിൻ്റെത് അത് കിട്ടിയില്ല. പിന്നാണ് നമ്മൾ കോഡിങ്ങിലോട്ട് തിരിയുന്നത്. എൻ്റെ കരിയർ പാത്ത് കോഡിങ് ആയിരുന്നെന്ന് തോന്നുന്നു. എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ എന്ന് പറയുന്ന പോലെ ടീച്ചിങ് കിട്ടാഞ്ഞതും ടെസ്റ്റിങ്ങിൻ്റെ ജോബ് കിട്ടാഞ്ഞതും ഒക്കെ ചിലപ്പം നമുക്ക് ഈ ഒരു വേയിലോട്ട് പോകാൻ വേണ്ടി തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ബെറ്റർ എന്തോ കിട്ടാൻ വേണ്ടിയായിരിക്കും. പിന്നെ ഫ്രഷേഴ്സിനോട് യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് നല്ല ട്യൂട്ടോറിയൽ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഉടമയോ അങ്ങനെ എന്തെങ്കിലും കോഴ്സൊക്കെ നല്ല റിവ്യൂസ് നോക്കിയിട്ട് പോയി ചേരുക. പിന്നെ ഇനിയിപ്പം ഒരു കരിയർ ഗ്യാപ്പ് വന്നവരോട് എനിക്ക് പറയാനുള്ളത്, കരിയർ ഗ്യാപ്പ് ഒന്നും ഒരു വലിയ സീനാന്ന് തോന്നുന്നില്ല. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് 34 വയസ്സിലാണ് ഇപ്പോൾ IT-ലോട്ട് കയറാൻ പോകുന്നത്. ഇത്രയും നാളും BTech കഴിഞ്ഞിട്ട് ഇത്രയും നാളും കരിയർ ഗ്യാപ്പ് ആയിരുന്നു. അപ്പോൾ അവളിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു, പ്രോഗ്രാമിംഗ് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് സമയത്താണോ പഠിക്കാൻ തോന്നുക ആ സമയത്ത് പഠിച്ചു തുടങ്ങുക. ഇതിന് നമ്മൾ BTech കഴിയുമ്പോൾ തന്നെ കയറണം, അല്ലെങ്കിൽ MTech കഴിയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ തന്നെ 1 വർഷം 2 വർഷത്തിനുള്ളിൽ ജോലി കയറണം എന്നൊന്നുമില്ല. ഏത് സമയത്താണോ നിങ്ങൾക്ക് തോന്നുക ആ സമയത്ത്, നിങ്ങൾ തോന്നുന്ന സമയത്ത് കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നീട്ടി വെക്കാതെ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കരിയർ സ്വിച്ച് ചെയ്ത് ഒരു 9 ഇയേഴ്സ് ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവളിപ്പം IT-ലോട്ട് സ്വിച്ച് ചെയ്തു. എൻ്റെ സെക്കൻഡ് കമ്പനിയിലായിരുന്നു അവൾ ജോയിൻ ചെയ്തത്. അവിടുന്ന് ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ അവൾ ഇൻഫോസിസിൽ കയറി. ഏത് ഏജിലാണോ നിങ്ങൾക്ക് ഒരു ജോബ് വേണം എന്ന് തോന്നുന്നത് ആ ഒരു ഏജിൽ തുടങ്ങുക. എന്തായാലും ട്രൈ ചെയ്യുക, എന്തായാലും നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 9 ഇയേഴ്സ് ഓഫ് IT ജേർണി. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഞാനിത് പ്രോഗ്രാമിംഗ് എടുത്തതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ IT-യിൽ സാലറി ആണെങ്കിലും നല്ല അടിപൊളി പാക്കേജാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് IT-യോ എന്താ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.